ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. UGC നെറ്റ് ഡിസംബർ 2025 നോട്ടിഫിക്കേഷൻ റിലീസായിട്ടുണ്ട്. അപ്പോൾ അതിലുള്ള ടെൻറ്റേറ്റീവ് ഡേറ്റ്സ്, പിന്നെ ഫീസ് ഡീറ്റെയിൽസ് ആൻഡ് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും, അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഈ വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവുന്നത് October 7th ആണ്. October 7th 2025 ഓൺലൈൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ആവും. ആൻഡ് ഓൺലൈൻ രജിസ്ട്രേഷൻ എൻഡ് ആവുന്നത് November 7th 2025 ആണ്. ആൻഡ് 11:50 PM വരെ നമുക്ക് ടൈമുണ്ട്. 11:50 വരെ നമുക്ക് ടൈമുണ്ട്. പിന്നെ നമുക്ക് എക്സാം ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഫോർ സക്സസ്ഫുൾ ട്രാൻസാക്ഷൻ ഓഫ് എക്സാമിനേഷൻ ഫീ, അതും 7th November ആണ് 2025. സെയിം ടൈമാണ്, അപ് ടു 11:50 PM വരെ നമുക്ക് ടൈം കിട്ടും. ഇനി ഫീസ് ആണെങ്കിൽ ജനറൽ അൺറിസർവ്ഡ് കാറ്റഗറി ആണെങ്കിൽ ഫീസ് വരുന്നത് 1150 ആണ്. ആൻഡ് ജനറൽ EWS OBC NCL ഇവർക്ക് ഫീസ് വരുന്നത് 600 ആണ്. ആൻഡ് SC ST PWD പിന്നെ പേഴ്സൺസ് വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി പിന്നെ തേർഡ് ജെൻഡർ ഇവർക്കൊക്കെ വരുന്നത് 325 റുപ്പീസാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഫീസ് സ്ട്രക്ചർ. പിന്നെ നമ്മളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് November 10th ചെയ്യാൻ പറ്റും. 10th November to 12th November അപ് ടു 11:50 വരെ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ ഇത്, പിന്നെ ഡേറ്റ് ഓഫ് എക്സാം, അതൊക്കെ ഡേറ്റ് ഇനിയും വന്നിട്ടില്ല. എക്സാം എന്തായാലും ഡിസംബറിൽ തന്നെ ആയിരിക്കും. ഇനി എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 hours ആണ്. അതായത് 180 minutes കാണും. ആൻഡ് നമുക്ക് 2 പേപ്പറാണുള്ളത്. പേപ്പർ 1 ആൻഡ് പേപ്പർ 2 അങ്ങനെ 2 പേപ്പറുണ്ട്. 2 പേപ്പറിന് നമുക്ക് കമ്പൈൻഡ് ആയിട്ട് കിട്ടുന്നത് 180 minutes ആണ്. പിന്നെ സെൻറ്റർ, ഡേറ്റ്, ഷിഫ്റ്റ് ഇതൊക്കെ പിന്നീടാണ് ഇവർ അനൗൺസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ ഇപ്പോൾ നമുക്ക് വന്നിരിക്കുന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന സെക്കൻഡ് വെബ്സൈറ്റിലാണ്. https://ugcnet.nta.nic.in/ ഇതിലാണ് വന്നേക്കുന്നത്. ഇതിൽ 2 സൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നോട്ടിഫിക്കേഷൻ നമ്മൾ ഒഫീഷ്യലി അപ്ലൈ ചെയ്യേണ്ടത് സെക്കൻഡ് സൈറ്റിൽ നിന്നാണ്. ഫസ്റ്റ് സൈറ്റിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ടെൻറ്റേറ്റീവ് ഡേറ്റ്സ് ആൻഡ് ഫീസ് ഡീറ്റെയിൽസ്. ഇനി ഇതിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. ജനറൽ അൺറിസർവ്ഡ് ഓർ ജനറൽ EWS കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മാസ്റ്റേഴ്സിൽ 55% മാർക്സ് വേണം. ആൻഡ് ഇത് നിങ്ങൾക്ക് ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കുന്ന സ്റ്റുഡൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ അപ്പിയറിംഗ് സ്റ്റാറ്റസ് കൊടുത്താൽ മതി. ബട്ട് നമ്മളത് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അറ്റ്ലീസ്റ്റ് 55% മാർക്കെങ്കിലും വേണം. പിന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന കൺസ്ട്രെയിൻ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ പാസ്സാവാതെ ഇപ്പോൾ അപ്പിയറിംഗ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ റിസൾട്ട് വന്ന് 2 yearsൻ്റെ അകത്ത് ഫോർ JRF ആൻഡ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ റിസൾട്ട് വന്ന് ഒരു 2 yearsൻ്റെ അകത്ത് നമുക്ക് മാസ്റ്റേഴ്സ് ഡിഗ്രി പാസ്സായിരിക്കണം. ആൻഡ് നിങ്ങൾ അഡ്മിഷൻ ടു PhD ആണ് കിട്ടിയിരിക്കുന്നതെങ്കിൽ വിത്തിൻ 1 year നിങ്ങൾ പാസ്സായിരിക്കണം, അല്ലെങ്കിൽ ഇത് വാലിഡ് അല്ല. ബാക്കി കാറ്റഗറി കാൻഡിഡേറ്റ്സിന് 50% മാർക്ക് മതി. പിന്നെ ഉള്ളത് ഈ മാസ്റ്റേഴ്സ് മാത്രമല്ല, 4 year കോഴ്സ് പഠിക്കുന്നവർക്ക് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. 4 year ഡിഗ്രി പഠിക്കുന്നവർക്ക് മിനിമം 75% എങ്കിലും മാർക്ക് വേണം. ആൻഡ് 5% റിലാക്സേഷൻ ഉണ്ട്. ഈ 75 മാർക്സ് എന്ന് പറയുന്നത് അൺറിസർവ്ഡിനാണ്. പിന്നെ SC ST OBC ഡിഫറെൻ്റ് ലേബിൾഡ് EWS സെക്ഷൻ ബാക്കി കാറ്റഗറീസിനൊക്കെ 5% മാർക്ക് റിലാക്സേഷൻ ഉണ്ട്. ആൻഡ് 4 year ഡിഗ്രി പഠിക്കുന്നവർക്ക് ദേ ആർ ഓൺലി എലിജിബിൾ ഫോർ JRF ആൻഡ് അഡ്മിഷൻ ടു PhD. മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് JRF കൊടുക്കാൻ പറ്റും. JRF അസിസ്റ്റൻറ്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD ഇതെല്ലാം കൊടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ എക്സാം വരുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും. ആൻഡ് ടോട്ടൽ നമുക്ക് 2 പേപ്പറാണുള്ളത്. ഫസ്റ്റ് പേപ്പർ ആണെങ്കിൽ ടോട്ടൽ മാർക്സ് 100 ആണ്. അതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആയിരിക്കും. ആൻഡ് ഈ പേപ്പർ ജനറൽ അവയർനെസ്, പിന്നെ റീഡിങ് കോംപ്രിഹെൻഷൻ, റീസണിങ് എബിലിറ്റി ഇതൊക്കെ ആയിരിക്കും. നമ്മളുടെ തിങ്കിങ് ക്യാപ്പബിലിറ്റി എങ്ങനെയുണ്ട്, പിന്നെ നമ്മളുടെ റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ് അതൊക്കെ എങ്ങനെയുണ്ട്, ഇതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫസ്റ്റ് പേപ്പർ എല്ലാവർക്കും കോമൺ ആയിരിക്കും. ഇതിൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 50 ആണ്, ടോട്ടൽ മാർക്സ് 100. ഇനി സെക്കൻഡ് പേപ്പർ ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് ആണ്, ടോട്ടൽ മാർക്ക് 200 ആണ്. ഇത് നമ്മൾ ഏത് സബ്ജക്റ്റാണോ സെലക്ട് ചെയ്യുന്നത് ആ ഒരു സബ്ജക്റ്റ് ബേസ്ഡ് ആയിരിക്കും. ആ ഒരു സബ്ജക്റ്റിന് ഡൊമൈൻ നോളജ് ബേസ്ഡ് ആയിരിക്കും അതിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഇല്ല. ഇനി ഇതിലെ എല്ലാ ക്വസ്റ്റ്യൻസും കമ്പൽസറി ആണ്. മീഡിയം ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഇംഗ്ലീഷ് ആയിരിക്കാം, ഹിന്ദി ആയിരിക്കാം. ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദിയിലായിരിക്കും. പിന്നെ ഇതിൽ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല. ഒരു ക്വസ്റ്റ്യന് കറക്റ്റ് ഓപ്ഷൻ ആണെങ്കിൽ നമുക്ക് 2 മാർക്ക് കിട്ടും. റോങ് ആൻസർ ആണെങ്കിൽ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. പിന്നെ നമ്മളിപ്പോൾ ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻ, അറ്റംപ്റ്റ് ചെയ്യാത്തത്, പിന്നെ മാർക്ക് ഫോർ റിവ്യൂ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിനൊന്നും മാർക്ക് കിട്ടത്തില്ല. നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ആൻഡ് കറക്റ്റ് ആണെങ്കിൽ അത് മാർക്ക് കിട്ടും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ക്വസ്റ്റ്യന് 2 ആൻസർ കറക്റ്റ് ആണെങ്കിൽ ആ 2 ആൻസറിൽ ഏത് കൊടുത്ത സ്റ്റുഡൻസിനും 2 മാർക്ക് കിട്ടും. ഇപ്പോൾ എല്ലാ ഓപ്ഷൻസും കറക്റ്റ് ആണെങ്കിൽ ആ എല്ലാ ഓപ്ഷൻസിൽ ഏത് ഓപ്ഷൻ സെലക്ട് ചെയ്ത സ്റ്റുഡൻസിന് മാർക്ക് കിട്ടും. ഇപ്പോൾ അതിൽ ഒരു
ഓപ്ഷനും കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിനും 2 മാർക്ക് കിട്ടും. പിന്നെ ഇതിൽ ഏജ് ലിമിറ്റ് കൊടുത്തിട്ടുണ്ട്. 30 ഇയേഴ്സ് വരെ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഏജ് റിലാക്സേഷനൊക്കെ ഉണ്ട് ബേസ്ഡ് ഓൺ കാറ്റഗറി. പിന്നെ നമ്മളുടെ റിസർച്ച് എക്സ്പീരിയൻസ് ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഈ ഒരു PDF ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് കംപ്ലീറ്റ് വായിച്ച് നോക്കാം. ആൻഡ് ഇതിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യണം, ഇതിൻ്റെ സിലബസ്, അതായത് കമ്പ്യൂട്ടർ സയൻസിൻ്റെ സിലബസ്, ഇതൊക്കെ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക്